ഈ വല സത്യം പറഞ്ഞാൽ ഒരുപാട് വലകളും ഇങ്ങനെ കീറി കീറി അതും ഭയങ്കര അതും എക്സ്പെൻസ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ എക്സ്പെൻസ് പോലെ ആണല്ലേ? ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഈ കപ്പല് ഈ കൊച്ചി ഭാഗത്തായിട്ട് മുങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ വള്ളക്കാരുടെ വല, എന്തോരം വള്ളക്കാരുടെ വലയാണ് അന്നൊക്കെ നശിച്ചേക്കണേ. കണ്ടെയ്നർ ഇതുപോലെ കിടന്ന് ഇഷ്ടം പോലെ വള്ളക്കാരുടെ വല പോയിട്ടുണ്ട്, അതുപോലെ ഈ ബോട്ടുകാരുടെ വല പോയിട്ടുണ്ട്. കാരണം നമുക്കറിയില്ല എവിടെയാണ് ഈ സാധനം കിടക്കണേന്നുള്ളത്. വലിച്ച് വല കീറി കഴിയുമ്പോഴേക്കുള്ളൂ വല കീറി പോണത്. ഒരു വല മാറുന്നതിന് തന്നെ 3-4 ലക്ഷം രൂപയൊക്കെ ഈ ബോട്ടിന്റെ വലക്കൊക്കെ അത്രയും പൈസ വരും. വിലയാണല്ലേ? വിലയാണ്, നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ വലക്കൊക്കെ. ഇതിന് എത്ര വരും? ഇങ്ങനത്തെ വലക്കൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു രൂപയുടെ അടുത്തൊക്കെ, 1 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പറഞ്ഞ വെയിറ്റ് കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോ ഏകദേശം ആ റേറ്റ് വരും. അത്ര വിലയുള്ളതാണ്. വല താണതിന് വെയിറ്റ് വേണമല്ലോ നമുക്ക്. അപ്പൊ ആ വെയിറ്റ് ഒക്കെ വരാൻ നേരത്ത് ആ ഒരു റേറ്റിന്റെ അടുത്ത് വരും എന്തായാലും. അത്രയും ഇത് വരും. അതുപോലത്തെ 14 വലയോളം ഉണ്ടാവും നമ്മുടെ ബോട്ടില്, ഫിഷിംഗ് ബോട്ടില്. അതായത് നമ്മിപ്പോ പോവാൻ നേരത്ത് ഒരു വല കീറി കഴിഞ്ഞാല് നമ്മ വേറൊരു വല ബാക്കപ്പ് ആയിട്ട് വെക്കണം. കീറിയത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പിന്നീടും ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാങ്ക് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും എഞ്ചിൻ സൈഡ് നോക്കാനായിട്ട്, പിന്നെ കിച്ചണിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളുണ്ടാവും, ബാക്കി വലപ്പണിക്കാരനുണ്ടാവും. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മ കടലിലേക്ക്